ചേട്ടാ നമസ്കാരം. നമസ്കാരം. കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ലഡാക്കിൽ ഒരു ജൻസി കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. 3-4 ദിവസമായി അതവിടെ കത്തുന്നു ആ ഒരു വിഷയം. പക്ഷെ ഇത്ര പെട്ടെന്ന് അവിടെ അതൊരു കലാപമായി പൊട്ടിപ്പുറപ്പെടും എന്ന് നമ്മൾ വിചാരിച്ചില്ല. ലഡാക്കിന് പ്രത്യേക സംസ്ഥാന പദവി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കലാപം അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിജയേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കലാപങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം ഇതിനെ നേരിടുന്നതിന് ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട് അവർക്ക്. ഇത് നേരിടുന്നതിന് ഈ കർഷകര് ഈ മാർച്ച് ചെയ്ത് വരുമ്പോഴും ഈ പൗരത്വ ഭേദഗതി നിയമം ഉണ്ടാകുമ്പോഴും പിന്നെ അല്ലാതെ ചില ഈ ഡൽഹി റൈറ്റൊക്കെ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. ഈ കർഷകർ വരുമ്പോൾ എപ്പോഴും നമ്മുടെ വാർത്തയിൽ രാവിലെ 6 മണിക്കൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ്, ഞാനും ബിജേട്ടനും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ 6 മണിക്കൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് വെക്കുമ്പോൾ അതിനകത്ത് ഏഷ്യാനെറ്റിന്റെ ഫസ്റ്റ് വാർത്ത ഇതായിരിക്കും. അത് കർഷകർ വരുന്നു, ഫ്രണ്ടിൽ ബാരിക്കേഡ് തീർക്കുകയാണ്. ഈ ബാരിക്കേഡ് എന്ന് പറയുമ്പോൾ ഈ ഏഷ്യാനെറ്റിന്റെ ലേഖകൻ പറയുന്നു, അയ്യോ ബാരിക്കേഡ് എന്നൊക്കെ പറഞ്ഞാൽ കർഷകന് ചാടിക്കടക്കാൻ പോലും കഴിയാത്ത കോൺക്രീറ്റ് ബാരിക്കേഡുകൾ, ഇങ്ങനെയാണോ കർഷകരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു ബാരിക്കേഡ് തീർക്കുന്നത്. പൗരത്വ നിയമത്തിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. മുള്ളുവേലിയൊക്കെ തീർത്ത് വയ്ക്കും, പിന്നെ ലാത്തി കൊണ്ടുള്ള അടി, പിന്നെ ഈ ജലപീരങ്കി, പിന്നെ ഈ ടിയർ ഗ്യാസ്, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. വേറെ ബുള്ളറ്റ്, റബ്ബർ ബുള്ളറ്റ് പോലും നമ്മൾ ഉപയോഗിക്കാറില്ല. റബ്ബർ ബുള്ളറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഉപയോഗിക്കാറില്ല. എവിടെ കലാപം ഉണ്ടായാലും ശ്രദ്ധിച്ചാൽ മതി. ബംഗ്ലാദേശി കലാപം ഉണ്ടായി, നേപ്പാളി കലാപം ഉണ്ടായി. ഈ കലാപം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള സൈന്യം ഉപയോഗിക്കുന്നത് റബ്ബർ ബുള്ളറ്റുകളാണ്. ഈ റബ്ബർ ബുള്ളറ്റുകൾ ഇവിടെ സൈന്യം ഉപയോഗിക്കുമ്പോൾ പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഒരുപാട് പേര് മരിച്ചു ഈ ബുള്ളറ്റ് അറ്റാക്ക് ഏറ്റ്. പക്ഷെ ഈ റബ്ബർ ബുള്ളറ്റ് ഏറ്റ് കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ മരിക്കുന്നു. ഇപ്പൊ KP ശർമ്മ ഓലി പറഞ്ഞിരിക്കുന്നത്, ഞാൻ വെടിവെക്കാനൊന്നും ഉത്തരവ് കൊടുത്തിട്ടില്ല, റബ്ബർ ബുള്ളറ്റാണ് ഉപയോഗിച്ചത്, പിന്നെ എങ്ങനെയാണ് ഇത്രയും പേര് ബുള്ളറ്റ് കയറി മരിച്ചതെന്ന് അറിയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ നമ്മളൊരു അന്വേഷണം നടത്തുമ്പോഴാണ് ഡീപ് സ്റ്റേറ്റിന്റെ ചില കളികളെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അതായത് ഈ അമേരിക്കക്കാരനായിട്ടുള്ള ഒരുത്തനുണ്ട്, എറിക് പ്രിൻസ് എന്നാണ് അവന്റെ പേര്. എറിക് പ്രിൻസ് ഇവന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ മിലിറ്ററി ഫേംസ് ഇവൻ നടത്തുന്നുണ്ട്. പ്രൈവറ്റ് മിലിറ്ററി കോൺട്രാക്റ്റുകൾ ഇവൻ എടുക്കുന്നുണ്ട്. CIA ആണ് ഇവന് കോൺട്രാക്ട് കൊടുക്കുന്നത്. അപ്പോ ഈ പ്രൈവറ്റ് മിലിറ്ററി കോൺട്രാക്റ്റുകൾ നടത്താനായിട്ട് ഇവനൊരു കമ്പനിയുണ്ട്. ആ കമ്പനി ഒരു ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫേം എന്നാണ്. അതായത് അതിനകത്ത് ഇപ്പൊ ഏകദേശം 1,60,000 പേരുണ്ട്. അമേരിക്കയിൽ നിന്നും വിരമിച്ച, അതായത് നേവിയിൽ നിന്നും ആർമിയിൽ നിന്നും എല്ലാം വിരമിച്ച പ്രഗത്ഭരായിട്ടുള്ള പട്ടാളക്കാർ, പ്രഗത്ഭരായിട്ടുള്ള നേവി ഉദ്യോഗസ്ഥർ എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ ഇവരുടെ കയ്യിൽ നല്ല നാറ്റോയുടെ സ്നൈപ്പേഴ്സ് ഉണ്ട്. യവന്മാര് പതുക്കെ അകത്തോട്ട് വരും. അകത്തോട്ട് വന്നിട്ട് ഈ സ്നൈപ്പേഴ്സ് വെച്ചിട്ട് ഇവരെല്ലാം വെടിവെച്ച് വീഴ്ത്തും. ഇവരെല്ലാം വെടിവെച്ച് വീഴ്ത്തിയിട്ട് ആ ചിത്രം സോഷ്യൽ മീഡിയയിലിട്ട് കൂടുതൽ ആളെ കത്തിക്കും. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. ഇത് നമ്മുടെ അമിത്ഷായ്ക്കും നമ്മുടെ നരേന്ദ്രമോദിയും അജിത് ഡോവലിനൊക്കെ നല്ലതുപോലെ അറിയാം. ഉപയോഗിക്കരുത്, റബ്ബർ ബുള്ളറ്റ് പോലും ഉപയോഗിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അവിടെ ബുള്ളറ്റ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ വെടികൊണ്ട് വീണേനെ ആരെങ്കിലും ഒക്കെ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ട് വന്നേനെ. പിന്നെ ഇവർ അകത്തേക്ക് വരാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ നാട്ടിലേക്ക് അകത്തേക്ക് വരാനുള്ള ഒരു പ്രൊവിഷൻ അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യം അതിൽ വരെ വളരെ കീൻ ഒബ്സർവേഷനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ജൻസി കലാപം നേപ്പാളിൽ വന്നു, എങ്ങനെയാണ് പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക്, ഈ പ്രത്യേകിച്ച് ലഡാക്കിലേക്ക്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത്, ബംഗാളിൽ കലാപം വരുമെന്ന് നമ്മൾ വിചാരിച്ചു, പോട്ടെ ആസാമിലെങ്കിലും വന്നേക്കാം എന്ന് വിചാരിച്ചു, പക്ഷെ ലഡാക്കിൽ ഇതെങ്ങനെയാണ് പൊട്ടിപ്പുറപ്പെടുന്നത്? എന്താണ് അതിന്റെ സാഹചര്യം? ആരാണ് ഇതിന് പിന്നിൽ? ഈ സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ്, അവന്റെ ഒരു സ്പീച്ചൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് വലിയ പ്രകോപനം ഉണ്ടായതെന്ന് കേൾക്കുന്നു. പിന്നെ ഒരു കോൺഗ്രസ് കൗൺസിലർ ആയിട്ടുള്ള, ഇതിന് നേതൃത്വം കൊടുത്ത്, കലാപത്തിന് നേതൃത്വം കൊടുത്ത്, അവന്റെ പേര് തന്നെ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഫുൻസോങ് സ്റ്റാൻസിൻ സെപാഗ്, നമുക്ക് സെപാഗ് എന്ന് പറയും. ഈ സെപാഗാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്ന് പറയുന്നു. ആക്ച്വലി എന്താണ് നടക്കുന്നത്? ഇത് അടിച്ചമർത്തപ്പെട്ടോ ഇത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ? എന്താ തോന്നുന്നു? നമ്മള് കുറച്ച് ദിവസം മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തപ്പോൾ അന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മൾ പറയുകയുണ്ടായി, ഈ രാജ്യത്ത് ഇതേക്കുള്ള ഒരു കലാപം തലവെക്കില്ല എന്ന്. അതിന് നമ്മൾ അന്ന് പറയാതെ പോയൊരു കാര്യം ഇപ്പൊ ഇത്രയും ധനുഷ് പറഞ്ഞ സ്ഥിതിക്ക് അത് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. ഈ നാറ്റോയുടെ ഈ ഷൂട്ടർമാരെ കുറിച്ചുമൊക്കെ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ. ഈ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇനി കലാപം തലവെക്കാത്തതെന്ന് വെച്ച് ഭരിക്കുന്നത് BJP ആണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉത്തരം. കാരണം അനവധി കലാപങ്ങളിലൂടെ കടന്നു വന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അവർക്കറിയാം ഇത് എങ്ങനെ വരും, എങ്ങനെ തടയണമെന്ന്. കൃത്യമായി ലളിതമായി നമ്മൾ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ 2 തരം ഡോക്ടർമാരുണ്ട്. ചില ഡോക്ടർമാർക്ക് നമ്മളെ പരിശോധിച്ചാൽ മാത്രമേ നമ്മുടെ അസുഖം തിരിച്ചറിയാൻ കഴിയൂ. മറ്റു ചില ഡോക്ടർമാർക്ക് നമ്മുടെ ലക്ഷണം കാണുമ്പോൾ തന്നെ ഇത് ഏത്
പഞ്ചരമാണോ എന്നൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. അങ്ങനത്തെ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഡോക്ടർമാരെ കണക്കാണ് ഈ BJP. ആള് 10 പേര് കൂടി നിൽക്കുമ്പോഴേ അവർക്ക് കാര്യം അറിയാം ഇതെന്താണെന്നും ഇത് എവിടം വരെ ചെന്ന് നിൽക്കുമെന്നും. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ആളിക്കത്തേണ്ടിയിരുന്ന ഒരു കലാപം ഇന്നലെ വൈകുന്നേരം 4 മണിയോട് കൂടി തന്നെ ശാന്തം. ഇതുവരെ യാതൊരു അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി ഇത് വളരെ വിശദമായിട്ട് തന്നെയാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ ലഡാക്കിൽ നടന്ന ഈ കലാപം വലിയ വാർത്തയാക്കി മാറ്റാഞ്ഞത്? എന്തുകൊണ്ട്? ഒരു ചോദ്യമല്ലേ. സാധാരണ ഇങ്ങനെ നടക്കുമ്പോൾ വലിയ രീതിയിൽ തന്നെ ദിവസങ്ങളോളം ചർച്ച ചെയ്യും. മോദി വിരുദ്ധ മാധ്യമങ്ങൾ വലിയ തലക്കെട്ടോടെ വാർത്ത ചെയ്യും. എന്തുകൊണ്ട് ചെയ്തില്ല? അതാണ് നമ്മൾ ഇന്ന് ഇവിടെ വെക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. എന്തുകൊണ്ടാണ്? അതിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത്. കഴിഞ്ഞ ഒരു 25 ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ 2 ജൻസി കലാപങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. 2 എണ്ണം. അത് ഒന്ന് ചീറ്റിപ്പോയി തുടക്കത്തിൽ. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആഗസ്റ്റ് 29-ാം തീയതി മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിലെ മറാത്ത സംവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ സ്ഥിരം സമരം പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന മനോജ് ജാരംഗ് പാട്ടീൽ എന്ന് പറയുന്ന ഒരു നേതാവ്. അദ്ദേഹം കാലങ്ങളായിട്ട് പല സമരങ്ങളുണ്ട്. സർക്കാർ ഒരുപാട് ഉറപ്പുകൾ കൊടുത്തു. ഇവരുടെ ഒരു വിഭാഗം കുംഭി വിഭാഗമാണ്. ആ വിഭാഗത്തിന് ഈ കർഷകരുടെ OBC ലിസ്റ്റിൽ പെടുത്തുകയും ചെയ്തു. അതായത് എല്ലാവരെയും ഉൾപ്പെടുത്താൻ കഴിയില്ല, പക്ഷെ അതിൽ തന്നെയുള്ള പിന്നോക്ക വിഭാഗങ്ങളെ OBCയിൽ പെടുത്തി. പിന്നെ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട് 50% കൂടുതൽ ആക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ മുഴുവൻ മറാത്താസ് ഇതിനെ മുഴുവൻ കമ്മ്യൂണിറ്റി മുഴുവൻ ഇതിലാക്കാനും കഴിയില്ല. ഇത് തന്നെ മുമ്പ് BJP കർണാടകത്തിൽ നടത്തിയിരുന്നു. ലിംഗായത്ത് സമുദായത്തിലുള്ള ചില വിഭാഗങ്ങൾക്ക് സംവരണം കൊടുത്തുകൊണ്ട്, അത് ചെറിയൊരു മൈനോറിറ്റി, അതിൽ തന്നെ പിന്നോക്കം നിൽക്കുന്നു, അത്തരമൊരു പിന്നോക്ക വിഭാഗങ്ങൾ കൊടുത്തു. ഈ ജാരംഗ് പാട്ടീൽ എന്ന് പറയുന്ന ആളൊരു ബിരുദനാണ്. മുമ്പ് നമുക്കറിയാം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടുത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് കത്തിച്ചു. വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. അതിനുശേഷം അത് കെട്ടടങ്ങി. അവിടെ ഭരിക്കുന്നത് BJPയും ശിവസേനയും കൂടിയാണ് അന്നും ഇന്നും. അപ്പോ അവര് എവിടെ നിന്നൊക്കെ ചില വിളികൾ വരും. അവിടെ സ്വിച്ചിട്ടങ്ങ് നിൽക്കുകയാണ് പുള്ളി. ഇന്നലെ ഈ 29-ാം തീയതി ആരംഭിച്ച സമരം കത്തിക്കാളും, ഞങ്ങളിനി തിരിച്ചു പോകില്ല, മുമ്പ് സ്തംഭിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള മറാത്ത വികാരം ആളെ കത്തിച്ചുകൊണ്ടുള്ള സമരം സ്റ്റാർട്ട് ചെയ്തു. 5-ന്റെ അന്ന് നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞു ഇവിടെ ഒരു ചുക്കും നടക്കില്ല, എഴുന്നിട്ട് പൊക്കളാൻ പറഞ്ഞു. അപ്പൊ പുള്ളി ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചു, ഓക്കെ ബൈ, ഇനി പിന്നെ കാണാമെന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കി. അതുകൊണ്ടാണ് അത് മാധ്യമങ്ങൾ കൊടുക്കാനത്. കത്തിച്ചെടുക്കാൻ നോക്കിയിട്ട് കത്തില്ല എന്ന് 100% ഉറപ്പായി. നമുക്കറിയാം മഹാരാഷ്ട്ര കണക്കൊരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഘർഷം, കാരണം അവിടെ ശിവസേന അടക്കമുള്ള പാർട്ടികൾ വളർന്നു വന്നത് മറാത്ത വികാരം ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. അപ്പൊ ആരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ഒരു കലാപം, അതാണ് പുതിയൊരു മെത്തേഡ്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു മഹാരാഷ്ട്രയിൽ ആഗസ്റ്റ് 29-ന് അതിന് തുടക്കം കൊടുത്തത്. പക്ഷെ ജീറ്റിപ്പോയി. പിന്നീട് സെപ്റ്റംബർ 10-ന് ലഡാക്കില് അവിടെ അവർ കാലങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, കുറച്ച് വർഷങ്ങളായിട്ട് ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ സെപ്റ്റംബർ 10-ന് അവിടെ സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റ് നിരാഹാര സമരം നടത്തുന്നു. അദ്ദേഹത്തോട്ട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കുറെ പേർ അദ്ദേഹത്തിന്റെ കൂടെ സമരങ്ങൾ ആരംഭിക്കുന്നു. ശരിക്കും ഇവരുടെ ആവശ്യങ്ങൾ ഭരണഘടനയുടെ 6th ഷെഡ്യൂളിൽ ലഡാക്കിനെ പെടുത്തുക എന്നുള്ളതാണ്. 6th ഷെഡ്യൂളിൽ പെടുത്തി കഴിഞ്ഞുള്ള ഗുണം, അതിനകത്തൊരു ന്യായമായ ഒരു ആവശ്യവും ഉണ്ട്. അതിൽ ഗോത്രവർഗ മേഖലയാണ് ഇതിൽ കൂടുതലും ഉള്ളത്. ഇതിനു മുമ്പ് അവിടെ കേന്ദ്ര സർക്കാർ, ഈ BJP സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം 45% ആയിരുന്ന ഈ ട്രൈബ്സിന്റെ സംവരണം 84%. അതായത് 1/3 വനിതാ സംവരണം അവിടെ ഓട്ടോണമസ് ഹിൽസ് ബോഡിക്ക് കൊടുത്തു. അവിടെയും ഈ സ്വയംഭരണ ബോഡികളുണ്ട് ഗോത്രവർഗത്തിന്റെ, ആ ബോഡികൾക്ക് അത് സംവരണം നൽകി. 1800 പേരെ പുതിയതായി നിയമിച്ചു അവിടെ മാത്രം. അപ്പൊ എന്താണ് ഇവർ ഈ 6th ഷെഡ്യൂളിൽ പെടുത്തണമെന്ന് പറയുന്നത്? എന്താണ് ഈ 6th ഷെഡ്യൂൾ? അതാണല്ലോ ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം. നമ്മുടെ ഇപ്പൊ ആസാമിലും മിസോറാമിലും അടക്കമുള്ള ചില വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഈ ഒരു മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അവിടെ ഉള്ളവരുടെ സ്ഥലം മറ്റുള്ളവർക്ക് വാങ്ങാൻ കഴിയില്ല, കാരണം അത് ഗോത്രവർഗത്തിന് പ്രത്യേകമായി ആനുകൂല്യം നൽകുന്നതാണത്. രണ്ടാമത്തെ കാര്യം, അവിടെയുള്ള വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഉള്ളവർക്ക് മാത്രമാണ് അത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. ഇത് തന്നെയായിരുന്നു ജമ്മു കാശ്മീരിലുണ്ടായിരുന്നത്. പക്ഷെ ജമ്മു കാശ്മീരിലെ സ്ഥിതി അല്ല ലഡാക്കിൽ. ലഡാക്കിൽ ഗോത്രവർഗ വിഭാഗമാണ്. ജമ്മു കാശ്മീരിൽ ഈ ഭരണഘടന 370-ാം വകുപ്പ് എടുത്ത് കളയുന്നതിന് മുമ്പ് ഇതേ സെയിം സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആർക്കും, നമ്മുടെ പുറത്തുനിന്ന് ആർക്കും ഒന്നും സ്ഥലം മേടിക്കാൻ പറ്റില്ല, അവർക്ക് സ്ഥലം വിൽക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ മറ്റേ ഈ പറയുന്ന ജോലിയും കാര്യങ്ങളുമൊക്കെ ഇപ്പൊ അതൊക്കെ മാറി, അത് സംസ്ഥാന പദവി കിട്ടി. ഇവർ പറയുന്നത് സംസ്ഥാനമാക്കണം. 3 ലക്ഷം പേരാണ് ഈ ലഡാക്കിലുള്ളത്, സംസ്ഥാനമാക്കണം. ഒപ്പം തന്നെ ഈ 6th ഷെഡ്യൂളിൽ പെടുത്തണം എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ വരുന്ന മാസം, അടുത്ത മാസം 6-ാം തീയതി കൂടാനിരിക്കുകയാണ്. ഇന്നും നാളെയുമായിട്ട് അവിടെ 2 ചർച്ചകൾ അവിടുത്തെ പ്രാദേശിക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ കൂടാനിരിക്കുമ്പോഴാണ്
പെട്ടെന്ന് ഈ സംഘർഷം സ്റ്റാർട്ടാകുന്നു, പെട്ടെന്ന് കത്തിക്കാളുന്നു, BJP-യുടെ ഓഫീസ് ആക്രമിക്കുന്നു. അവരുടെ ആവശ്യം സ്റ്റേറ്റിന്റെ ആവശ്യമാണെങ്കിലും BJP-യുടെ അവിടുത്തെ പ്രാദേശിക ഓഫീസ് ആക്രമിക്കുന്നു, CRPF-ന്റെ ഒരു വാഹനം കത്തിക്കുന്നു. ഇതായിരുന്നു സംഘർഷത്തിന് തുടക്കം. ഉടൻ തന്നെ ഈ സോനം വാങ്ചുക്ക് അദ്ദേഹത്തിന് നിരാഹാര സമരം അവസാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന തെറ്റാണ്, നമ്മളുടെ ലക്ഷ്യം ഒരിക്കലും പൂർത്തീകരിക്കില്ലെന്ന്. പക്ഷെ അതിനു മുമ്പ് ഈ സോനം വാങ്ചുക്ക് ചില പ്രസ്താവനകൾ ഇവിടെ നടത്തിയിരുന്നു ഈ സമരപ്പന്തലിൽ. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം, നേപ്പാളിലെ ജൻസി പ്രക്ഷോഭവും അറബ് വസന്തവും ഒക്കെ കണ്ടില്ലേ, അതുപോലെ വേണം ഇവിടെയെന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ കലാപം സ്റ്റാർട്ടാകുന്നത്. ഇനി ഈ സോനം വാങ്ചുക്ക് ആരാണെന്നും എന്താണെന്നും അറിയുമ്പോഴാണ് ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ വാർത്തകൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നിടത്തേക്ക് എത്തുന്നത്. ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ചേർന്ന് യുണൈറ്റഡ് ലഡാക്ക് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ്, ഒരു NGO രൂപീകരിച്ചുകൊണ്ടാണ് ഈ സോനം വാങ്ചുക്ക് ഈ പ്രക്ഷോഭം, ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭം നടക്കുന്നത്. ഇതിൽ തന്നെ മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മുക്കിയ ഒരു അലയൻസും കൂടി ഈ സമരത്തിലുണ്ട്. ആ അലയൻസ് ആണ് ഇസ്ലാമിക സ്കൂൾ കാർഗിൽ, ഇമാം ഖൊമേനി മെമ്മോറിയൽ ട്രസ്റ്റ്, നാഷണൽ കോൺഫറൻസ്, PDP എന്നിവരുടെ ഒരു അലയൻസും ഈ സമരത്തിലുണ്ട്. ഇതുകൂടാതെ കോൺഗ്രസിന്റെ പിന്തുണയുമുണ്ട്. ഈ ലഡാക്ക് കേൾക്കുമ്പോൾ എല്ലാവരും കരുതും ബുദ്ധന്മാർ മാത്രമാണ്. നല്ല 46.74% മുസ്ലിംസ് ഉണ്ട്, ഷിയ മുസ്ലിംസ് കാർഗിൽ മേഖലയിലടക്കം. അപ്പോൾ ബുദ്ധന്മാരുണ്ട്, 39 ബുദ്ധന്മാരും 12% ഹിന്ദുക്കളുമാണ് അവിടെ ഉള്ളത്. അല്ലാതെ അത് മുഴുവൻ ബുദ്ധന്മാരുടെയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം ചില മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയല്ല, മുസ്ലിംസും ഉണ്ട്, ക്രിസ്ത്യൻസും ഒരു ചെറിയ വിഭാഗമുണ്ട്. പ്രധാന പാർട്ടികൾ കോൺഗ്രസും BJP-യും ഒപ്പം തന്നെ നാഷണൽ കോൺഫറൻസും PDP-യും ഒക്കെ തന്നെയാണ്. ഇപ്പോഴവിടെ ഭരിക്കുന്ന അവിടുത്തെ MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര MP ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഈ സ്വതന്ത്ര MP-യുടെ കീഴിലാണ് ഇപ്പോൾ. നേരത്തെ അവിടെ BJP-യുടെ ഒരു MP ഉണ്ടായിരുന്നു. ആ BJP-യുടെ MP എല്ലാവർക്കും അറിയാം. അദ്ദേഹം നങ്കാൽ എന്ന് പറയുന്ന MP, ഒരു ചെറുപ്പക്കാരൻ, 2019 370 പാർലമെന്റിലൊക്കെ അദ്ദേഹം തോറ്റുപോയി തെരഞ്ഞെടുപ്പ്. അവിടെ ജയിച്ചത് മുഹമ്മദ് ഹനീഫ് എന്ന് പറയുന്ന MP ആണ്. മുഹമ്മദ് ഹനീഫ് ഈ പേര് എവിടെങ്കിലും മാധ്യമത്തിൽ കണ്ടായിരുന്നോ? ഒരു മാധ്യമത്തിലും ഈ പേര് കാണില്ല, അവിടുത്തെ MP-യുടെ പേര് കാണില്ല. ഞാൻ ഈ പറഞ്ഞ ഇസ്ലാമിക് സ്കൂൾ കാർഗിലിന്റെ പേര് കണ്ടായിരുന്നു? ഇമാം ഖൊമേനി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ പേര് കണ്ടായിരുന്നു? ഇല്ല. നാഷണൽ കോൺഫറൻസിന്റെയും PDP-യുടെയും കോൺഗ്രസിന്റെയും പേരുകളൊന്നും ഒരു മാധ്യമങ്ങളും കണ്ടില്ല. ഇപ്പൊ ചിത്രം വ്യക്തമായില്ലേ, ഇത് എവിടെയാണ് ഇത് രൂപപ്പെട്ടതെന്നും എന്താണ് ഈ സമരമെന്നും. ഇവിടെ വിദേശ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഈ സമരം ചെയ്യുന്ന NGO-കളെന്ന് ഇപ്പോൾ ചില ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അതായത് ഇവർക്ക് എവിടെയെങ്കിലും ഈ ഫണ്ട് വാങ്ങി ഒരു ജൻസി കലാപം ഇന്ത്യയിൽ നടത്തണം, കാരണം ലോകമെമ്പാടും നടത്തുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ നടക്കും. അതിനായിട്ട് തെരഞ്ഞെടുത്ത 2 സ്ഥലങ്ങളാണ്, ഒന്ന് മഹാരാഷ്ട്രയും ഒന്ന് ഈ പറയുന്ന ലഡാക്കും. ഇതിന് രണ്ടിനും പ്രാധാന്യമുണ്ട്. ഒന്ന് നമ്മുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മഹാരാഷ്ട്ര. അവിടെ വലിയ കലാപങ്ങളും കാര്യങ്ങളും വന്നാൽ നമ്മൾ സാമ്പത്തികമായി അസ്ഥിരപ്പെട്ടു പോകും. ഒന്ന് ലഡാക്ക്, അതീവ സെൻസിറ്റീവ് ഏരിയയാണ്. കാരണം ഇതിന്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് കിഴക്കൻ ടിബറ്റാണ്. അതായത് ചൈനയുടെ ടിബറ്റ് തന്നെ, നമ്മളത് സ്വയംഭരണ പ്രദേശം, നമ്മുടെ ദലൈലാമൻ ടീമും ഒക്കെ ഉള്ള ഒരു പ്രദേശം. അപ്പം അങ്ങനെ ഉള്ള ഒരു പ്രദേശം, POK-യുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം, ഗിൽജിത്തും ബാൾട്ടിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം, ജമ്മു കാശ്മീരുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം, ഹിമാചലുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം. അപ്പൊ സ്വാഭാവികമായി നമ്മുടെ മിലിറ്ററിയുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പതിയുന്ന ഒരു മേഖല തന്നെയാണ് തെരഞ്ഞെടുത്തത്. 2 മേഖലകളാണ് തെരഞ്ഞെടുത്തത്. ഒന്ന് ഓഗസ്റ്റ് 29 മഹാരാഷ്ട്ര, അത് നമ്മുടെ സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ, ഇവിടെ നമ്മുടെ സൈനികപരമായ ശ്രദ്ധകളെ തിരിക്കാൻ വേണ്ടിയിട്ടും അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുമായിരുന്നു ഇവിടെ ഒരു സംഘർഷം പെട്ടെന്ന് ഉണ്ടാകുന്നു. അതായത് ഇവരുമായിട്ട് ഈ ഒക്ടോബർ 6-ാം തീയതി, അടുത്ത മാസം 6-ാം തീയതി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ഇരിക്കുന്നു. ഇതിന്റെ നടപടികൾ ഇങ്ങനെ അനസ്യൂതം മുമ്പോട്ട് പോവുക. 2019 ഇത് കേന്ദ്രഭരണ പ്രദേശമാക്കി. അന്ന് ഇവരുടെ ആവശ്യം എന്തായിരുന്നു അറിയാവോ? ഇതൊരു കേന്ദ്രഭരണ പ്രദേശമാക്കണം, സെപ്പറേറ്റ് ചെയ്യണം. ജമ്മു കാശ്മീരിൽ ഞങ്ങളെ വിഭജിച്ചിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി തരണമെന്നായിരുന്നു. അങ്ങനെയാണിത് നമ്മൾ യൂണിയൻ ടെറിട്ടറി ആക്കി കൊടുക്കുന്നത്. കാരണം ഇവർക്ക് വികസനം എത്തണം എന്നുള്ള രീതിയിൽ. അത് ഞാൻ പറഞ്ഞില്ല, 2,79,000 പേര്, 3 ലക്ഷം പേര് ജനസംഖ്യയാണ്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി കൊടുത്തു, വികസനവും മറ്റു കാര്യങ്ങളും കൊടുത്തു. അപ്പൊ ഇച്ചിരി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ വീണ്ടും സമരം ആരംഭിച്ചു. കാരണം ഇത് പോരാ, ഇത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് സംസ്ഥാന പദവി വേണം, അതും 6th ഷെഡ്യൂളിൽ പെടുത്തുന്ന സംസ്ഥാന പദവി വേണമെന്നാണ് പറയുന്നത്. അതായത് മറ്റു ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് നൽകുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോലെ നൽകാം. നിലവിൽ അവിടെ 2 ഓട്ടോണമസ് ഹിൽ ബോഡീസ് ഉണ്ട്. അതായത് സ്വയംഭരണ ഈ ഗോത്രവർഗങ്ങളുടെ മലയോര സമിതികൾ, അവർ സ്വയംഭരണമുള്ളതാണ്. അപ്പൊ ഈ 6th ഷെഡ്യൂളിൽ പെടുത്തി കഴിഞ്ഞാൽ അവിടെ ലഡാക്കിൽ കുറച്ചുകൂടി അവർക്ക് നല്ല കാര്യങ്ങൾ കിട്ടും. അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. ഇന്നും നാളെയായിട്ട് പ്രാദേശികമായി. അതിനിടയിലാണ് പെട്ടെന്ന് ഈ ഒരു വരുന്നു.
അപ്പോഴേക്ക് ഈ സോനം വാങ്ചുങ് മുങ്ങി. പുള്ളി പറഞ്ഞു, അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനൊന്നും, ഇപ്പൊ നമ്മൾ ഈ പ്രക്ഷോഭം വലിയ ഇത് കലാപമായി മാറിയ സ്ഥിതിക്ക് നമുക്കിനി ഇതൊന്നും കിട്ടാൻ സാധ്യതയിൽ ആകപ്പാടെ പൂലായെന്ന് പറഞ്ഞ് ഈ പുള്ളി അങ്ങ് മുങ്ങിയിട്ടുണ്ട്. പൊങ്ങി അത് എവിടെ പോകുമെന്നറിയില്ല, പൊക്കും യാതൊരു സാധ്യതയും ഒളിച്ചടക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു കക്ഷിയാണ്. ഇയാളുടെ ഇനി ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ നേരെ 6 CBI അന്വേഷണം ഇപ്പൊ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. FCRA റൂൾസ് വയലേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. വിദേശ ഫണ്ട് വന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇപ്പൊ കണ്ടെത്തിയതല്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഈ BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. അവന്മാരെ സംബന്ധിച്ച് ഈ കലാപകാരികളൊക്കെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കാരണം അവർ ഒരുപാട് കലാപങ്ങളിലൂടെ കടന്നു വന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ ഈ ആരെങ്കിലും ഒരു വാല് പൊക്കിയാലേ കാണാൻ. അതാ ഞാൻ നേരത്തെ ഡോക്ടറുടെ കാര്യം പറഞ്ഞത്. 2 തരം ഡോക്ടർമാരുണ്ട്. ഒരു ഡോക്ടർക്ക് പരിശോധിച്ചാൽ മാത്രമേ ഇതെന്താ കാര്യം എന്ന് പറയാൻ പറ്റും. എക്സ്റേ MRI ഒക്കെ എടുക്കേണ്ടി വരും. ചില ഡോക്ടർമാർ, ചില സീനിയർ ഡോക്ടർമാരുണ്ട്, അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഇന്നതാണ് അസുഖം, അതുകൊണ്ട് ഇന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കും നല്ലത് എന്ന് അവർ പറയും. ഈ രണ്ടാമത്തെ ഗണത്തിൽ പെടുന്ന ഡോക്ടർമാരാണ് ഈ BJP-ക്കാർ. അവർക്ക് എവിടെങ്കിലുമൊക്കെ തലപൊക്കുന്നത് കാണുമ്പോൾ അവന്റെ മൂലവും ഒപ്പം തന്നെ ആ കുടുംബവും കുടുംബ പശ്ചാത്തലവും വേരുകളും ഒക്കെ അവർ പൊക്കി എടുക്കും. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് തന്നെ നമുക്ക് ഈ എന്താണ് ആർട്ടിക്കിൾ 6 എന്നും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 244(2), 275(1) പ്രകാരം ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്വയംഭരണ കൗൺസിൽ പോലെ ഉണ്ട്. ഇത് വന്നുള്ള ഗുണം ഭൂമി, വനം, പ്രാദേശിക നിയമങ്ങൾ, വിദ്യാഭ്യാസമൊക്കെ നിയന്ത്രിക്കാനും അതിനകത്ത് ഉള്ള കാര്യങ്ങൾ ഫുൾ ഇതും ഈ പറയുന്ന ലഡാക്കിലുള്ള ജനത്തിനായിരിക്കും. ഒപ്പം തന്നെ ഈ പറയുന്ന ഭൂമിക്ക് വിൽക്കാനോ വാങ്ങാനോ കഴിയില്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോലെ. ഇതാണ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതങ്ങനെ കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ഗോത്രവർഗ മേഖലയ്ക്ക് മാത്രമാണ് ഇത് നിജപ്പെടുത്തിയിരിക്കുന്നത്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും അല്ല. അപ്പോൾ ഇവിടെയും ആ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടെ മുഴുവൻ ഗോത്രവർഗ വിഭാഗമല്ല, 46% ഷിയ മുസ്ലിങ്ങളുണ്ട്. അപ്പൊ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ഫുൾ അങ്ങനെ ആക്കണമെന്നുള്ളതാണ് ഇവരുടെ ഡിമാൻഡ്. കേന്ദ്രത്തിന് അത് ഫുള്ളാക്കാൻ കഴിയുകയില്ല. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇവിടെയാണ് ഈ കലാപം ഉണ്ടായിരിക്കുന്നതും ഇതിനെ അടിച്ച് അമർത്തി. ഇത് കലാപം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ പറയുകയുണ്ടായി ഇതിനധികം ആയുസ് ഉണ്ടായില്ല, അധികം നീണ്ടു നിൽക്കില്ല ഈ സാധനം. കാരണം ഒന്ന്, സൈന്യത്തിന്റെ ഒരു റഡാറിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. 2, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കലാപത്തിനുള്ള ശ്രമം ഇവിടെ കെട്ടടങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന ചില NGO-കൾ, ചില ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന സംഘടനകളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അവിടെ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നല്ലെങ്കിൽ മലയാളികളുടെ വേരുകളുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഇത് അങ്ങനെയാണല്ലോ, എല്ലായിടത്തും കലാപം ഉണ്ടാകുമ്പോൾ ഒരു മലയാളി ബന്ധമുണ്ട്. അതൊക്കെ വരും ദിവസങ്ങൾ അറിയാൻ കഴിയത്തേ ഉള്ളൂ. ഏതായാലും ഇത് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നൊരു കാര്യം. പക്ഷെ ഈ സമരം പെട്ടെന്നൊരു കലാപമായി മാറും എന്നാരും പ്രതീക്ഷിച്ചില്ല. അതിന് ഈ പെട്ടെന്നൊരു കലാപത്തിലേക്ക് നീക്കിവിടാനുള്ള പ്രധാന കാരണം ഈ പറയുന്ന സോനത്തിന്റെ പ്രസ്താവനകളാണ്. അദ്ദേഹം പറഞ്ഞത് അറബി വസന്തം കണ്ടില്ലേ, അറബി വസന്തം പോലെ. അറബ് വസന്തം എന്തായാലും നമുക്കറിയാലോ, ഈജിപ്തിലും മറ്റിടങ്ങളിലും ഒക്കെ നടത്തിയ അറബ് വസന്തം, അഫ്ഗാനിസ്ഥാനിലെ വിസ്മയം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ആകണം. നേപ്പാളിലെ ജൻസി കലാപം കണ്ടില്ലേ, അതുപോലെ ആകണം എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ കലാപം നടന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അറബ് വസന്തം എന്ന് പറഞ്ഞത്? അറബ് വസന്തം എന്ന് പറയുമ്പോൾ ഈ സംഘടനകളുടെ പേര് നമ്മൾ മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ് മാധ്യമങ്ങൾ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇമാം ഖൊമേനി മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും ഇസ്ലാമിക് സ്കൂൾ കാർഗിലിന്റെയും ഒക്കെ പേരുകൾ മറച്ചു വെക്കുകയാണ്. അതായത് മുസ്ലിം സംഘടനകളും ഈ പറയുന്ന NGO-കളും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും കൂടെ നടത്തിയ ഒരു വലിയ പ്ലാൻ പൊളിഞ്ഞു എന്നുള്ളതാണ്. കാരണം ലഡാക്കിൽ വലിയ വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ചൈനയുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരും എന്ന് എല്ലാവർക്കും അറിയാം. ഒപ്പം തന്നെ ഇതെല്ലാം ഡീപ് സ്റ്റേറ്റിന് നടത്തുന്ന അവരുടെ ചീറ്റിപ്പോകുന്ന പരിപാടികളാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഇന്ത്യയിൽ ഇനി ഒരു കലാപത്തിന് സ്കോപ്പില്ല, അവർ തലപൊക്കില്ല എന്ന് നമ്മൾ ഒരാഴ്ചക്ക് മുമ്പാണ് നമ്മൾ പറഞ്ഞത്. അതിനുള്ള കാരണവും നമ്മൾ വ്യക്തമായി കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ കലാപം അടിച്ചൊതുക്കുകയല്ലായിരുന്നു, കർഫ്യൂ പ്രഖ്യാപിക്കുന്നതോടുകൂടി നിരോധനാജ്ഞ വരികയും പിന്നീട് ഇവരെല്ലാം അറസ്റ്റ് ചെയ്യുമെന്ന് ഇന്നലെ തന്നെ കേന്ദ്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ കലാപമൊക്കെ നടത്തുന്നവരെ വിളിച്ചിട്ട് ഒരു പൊതുമാപ്പൊക്കെ കൊടുക്കും. ഇത് പൊതുമാപ്പും ഒന്നും ഇല്ല, എല്ലാവരും തൂക്കിയെടുത്ത് അകത്തിടുന്നു. അതുകൊണ്ടാണ് ഇന്നലെ പോകുന്ന വഴിക്ക് സോന ഒരു പ്രസ്താവന നടത്തിയായിരുന്നു, ഈ പറയുന്ന സമരത്തിന്റെ നായകൻ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഈ കലാപം നടത്തി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഈ കലാപം എത്രയും പെട്ടെന്ന് നിർത്തണം, ഞാൻ നിരാഹാരം എന്തായാലും നിർത്തി, ഞാൻ സ്ഥലം വിടുകയാണ്. പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കലാപം നടത്തി കഴിഞ്ഞാൽ അവർ നമുക്ക് തരാനുള്ളത് കൂടെ തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പോയിരിക്കുന്നത്. കാരണം അവിടെ ഉള്ളവർ ആവശ്യപ്പെട്ടിട്ടാണ് ഇത് യൂണിയൻ ടെറിട്ടറി ആക്കിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്താൻ ഇത് ഫുള്ള് പറ്റില്ല. ലഡാക്ക് വരുമ്പോൾ ഇതിൽ കാർഗിൽ ഉൾപ്പെടെയുള്ളതുണ്ട്. പിന്നെ അവരുടെ ഒരു ഡിമാൻഡ്, അവർക്ക് 2 MP വേണമെന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. അതവരുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് 2 MP. അവിടെ ആകെ ഉള്ള ഇത്രയും ജനസംഖ്യയാണ്. ഇപ്പൊ നിലവിൽ അവിടെ ഒരു MP ഉണ്ട്. ഈ പറയുന്ന MP-യുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, മുഹമ്മദ് ഹനീഫ് എന്നാണ് ആ MP-യുടെ പേര്. സ്വതന്ത്രനായിട്ടാണ് ജയിച്ചത്. സ്വതന്ത്രം എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ സംഘടനകളും, ഹൂറിയത്തും ജമാഅത്തും എല്ലാം കൂടെ
ചേർന്ന് സംയുക്തമായി നിർത്തി ജയിപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അവിടെ 2ാം സ്ഥാനത്ത് വന്നത് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. BJP MP അവിടെ നേരത്തെ ജയിച്ചിരുന്നതും കൂടെയൊക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ലഡാക്കിനെ കുറിച്ചുള്ള ഒരു പിക്ചർ ഇപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്നും അവിടുത്തെ സംഭവം എന്താണെന്നുള്ളതും ഇതിനകത്ത് ആരൊക്കെയാണ് നിലവിൽ പ്രാഥമികമായി പങ്കെടുത്തിട്ടുള്ള താരങ്ങൾ ആരായെന്നുള്ളതും ഇപ്പോൾ വ്യക്തമായി കാണും. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ അമിതാവേശം കാണിക്കാത്തതെന്നും മോദി വിരുദ്ധരായ മാധ്യമങ്ങളുടെ അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുമുള്ളത്, കാരണം ഇതിന്റെ ഡീറ്റെയിൽസുകൾ പുറത്തു വരുമ്പോഴത്തേനും പ്രശ്നമാകും. ഈ പുറത്ത് കണ്ടതിനേക്കാൾ വലുതായിരിക്കും അളയിലിരിക്കുന്നത്. അതുകൊണ്ടാണ് മുമ്പോട്ട് പോകാഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത ഇച്ചിരി വിശദമായിട്ട് എടുക്കാൻ വേണ്ടി ഒരല്പം വൈകിയത്. ഇത് വന്ന ഉടനെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഏതായാലും പ്രാഥമികമായി കണ്ടെത്തി കഴിഞ്ഞു വിദേശ ഫണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞു. പിന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും കണ്ടെത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാവുന്നതേ ഉള്ളൂ.